ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കുന്നത് കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ന്യൂഡിൽസ് ആണ്. പക്ഷെ ഇത് ഉണ്ടാക്കുന്നത് ഞാനൊരു നാടൻ രീതിയിലാണ് കേട്ടോ. ഇന്ന് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മളുടെ നാടൻ രീതിയിലുള്ള ന്യൂഡിൽസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ന്യൂഡിൽസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ചെമ്മീനും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്, ഒരു 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. എല്ലാം നീളത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത്. പിന്നെ ഒരു ചുവന്നുള്ളി ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്, ഒരു സവാള, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി ഈ സവാളയും തക്കാളിയും അരച്ചെടുക്കണം കേട്ടോ. സെപ്പറേറ്റ് ആയിട്ടാണ് അരച്ചെടുക്കേണ്ടത്. ചെറിയൊരു ക്യാരറ്റ്, ക്യാപ്സിക്കം എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്ത് വെച്ചതാണ്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിരുന്നു. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് മിക്സ് ആക്കിയ ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇട്ട് കൊടുക്കാം. നൂഡിൽസിന് അധികം വേവൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ കണ്ടില്ലേ, ഇത് കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് മതി, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാം. വെള്ളത്തിൽ നിന്ന് ഇത് ഊറ്റിയെടുത്ത ശേഷം നമുക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകി വരാം കേട്ടോ. ചെറിയ ചൂടുണ്ട് ഇപ്പോഴും. നന്നായിട്ട് പച്ചവെള്ളത്തിൽ കഴുകി വെക്കുക. കഴുകി വാരിയ നൂഡിൽസ് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. ചെമ്മീൻ എടുക്കാം. അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്ത് കൊടുക്കണം. ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്, കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. മസാല എല്ലാം ഭാഗത്ത് വെക്കുന്നത്. പാനിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഞാൻ അതിലേക്ക് ഓയിലൊന്നും ഇപ്പോൾ ചേർത്തിട്ടില്ല കേട്ടോ. ഓയിലൊന്നും ചേർക്കാതെ വേണം നമുക്കിത് വറുത്തെടുക്കാൻ. വാങ്ങുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എടുക്കാം. ചെമ്മീൻ അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ചെമ്മീൻ്റെ ആ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് കൂടുതൽ വേവിക്കാൻ പാടില്ല കേട്ടോ. കൂടുതൽ ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യും. ചെമ്മീനൊന്നും അധികം വെന്ത് കഴിഞ്ഞാൽ ഒരു റബ്ബറിൻ്റെ ഒരു ഇതായിട്ട് മാറും. അതേപോലെ കട്ടിയായിട്ട് വരും. ഇത് മതി, ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. വേറൊരു പാൻ വെച്ചിരുന്നു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞ് വെക്കും. ഇതിൽ ചേർത്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വാടി വരണം കേട്ടോ. കളറൊന്നും മാറി വരേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതി. ഉള്ളി വാടി വന്നിട്ടുണ്ട്. നേരത്തെ ഒരു സവാള എടുത്ത് വെച്ചിരുന്നല്ലോ, അത് ഞാൻ അരച്ച് വെച്ചിരുന്നു. അതും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് ഇറക്കി കൊടുക്കാം.
ഇതിലേക്ക് തക്കാളി അരച്ചത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. എണ്ണ തെളിയുന്നത് വരെ ഫ്ലെയിം കൂട്ടി വെച്ചും കുറച്ചും ഇങ്ങനെ ഇളക്കി കൊടുക്കും. ചാനൽ ആദ്യമായിട്ടാണ് കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യൂ. 3 ഓപ്ഷൻ കാണാം, അതിൽ ഓൾ വേണം സെലക്ട് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. മസാലയെല്ലാം പാകത്തിന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി. നമ്മളിതിലേക്ക് വേറെ ടേസ്റ്റിലേക്ക് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയാണ്. ചെറുപ്പം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി കൊടുത്തു നോക്കും. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഒന്നുകൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ക്യാരറ്റ് അരിഞ്ഞത്, ക്യാപ്സിക്കം അരിഞ്ഞത്, നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേ ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനൊരു 2 മിനിറ്റ് സമയത്തോളമായി അത് തിളപ്പിക്കണം കേട്ടോ. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് തിളപ്പിച്ചെടുത്തത് കേട്ടോ. ആ ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മതിയാവും. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ, കറിവേപ്പില എന്നിട്ടൊന്നും കൂടി ഒന്ന് യോജിപ്പിച്ചു. നമ്മളുടെ സിമ്പിളായിട്ടുള്ള നാടൻ നൂഡിൽസ് റെഡി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. താങ്ക് യു.